ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിന് വെളിച്ചമാകാൻ കഴിയുക എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. നഷ്ടസ്വപ്നങ്ങളുടെ ചെരാതിൽ വെളിച്ചം പകർന്നതാകട്ടെ KSEB ജീവനക്കാരും. നഷ്ടപ്പെടലുകൾ ജീവിതത്തിന്റെ ഭാഗമായി തന്നെ മാറിയ ബാബുക്കുട്ടന്റെ സഹനങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ ഇവിടെ വെളിച്ചം പകർന്നത്. ചവറ സ്വദേശിയാണ് ബാബുക്കുട്ടൻ. ചവറ കൊറ്റൻകുളങ്ങര കാട്ടേഴുത്തു ജംഗ്ഷനിൽ സുഷമ നിവാസിൽ ബാബുക്കുട്ടൻ്റെ ജീവിതം എന്നും സഹനങ്ങൾ നിറഞ്ഞതായിരുന്നു. ജീവിതത്തിൽ മാത്രമായിരുന്നില്ല ബാബുക്കുട്ടന് ഇരുട്ട് വീണത്, സ്വന്തം വീടും ഇരുട്ട് നിറഞ്ഞതായിരുന്നു. ആ ഇരുട്ടിൽ നിന്നുമാണ് KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU പ്രവർത്തകർ വെളിച്ചവുമായി എത്തിയത്. ഇപ്പം 17 വർഷം കൊണ്ട് ഞാൻ ഒറ്റയ്ക്കായി വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിലാണ് 7 വർഷത്തിന് മുമ്പ് എനിക്ക് ഷോക്ക് അടിച്ച് കൈയും കാലും തളർന്ന് എനിക്ക് 10 രൂപയുടെ ജോലിക്ക് പോലും പോകാൻ വഴിയില്ലാതിരിക്കുകയായിരുന്നു. പിന്നെ നാട്ടുകാരുടെ സഹായത്താൽ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ ഞാൻ താമസിക്കുന്നത്. പഴയ വീടുണ്ടായിരുന്നത് അത് മൊത്തം ഷോക്ക് അടിച്ച് കിടക്കുന്ന സാഹചര്യത്തിൽ പെങ്ങളുടെ കൂടെ താമസിച്ചിരുന്നപ്പോഴാണ് ഈ വീട് മൊത്തം പൂർവ്വമായിട്ട് നശിച്ചു പോയി. പിന്നീട് ഞാൻ പെങ്ങളുടെ ഓരോ ഇതായിട്ട് താമസം മാറണമെന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് നാട്ടുകാരുടെ സഹായത്തോടു കൂടി വീണ്ടും ഞാൻ എൻ്റെ സ്ഥലത്ത് വന്ന് ഒരു മാടം വയ്ക്കാനായിട്ട് ശ്രമിച്ചു. എനിക്ക് കിടക്കാനായിട്ട് ഒരു കൊച്ചു മുറി ഞാനതിൽ നാട്ടുകാരുടെ സഹായത്തോടു കൂടി വെച്ച്. അസോസിയേഷൻ പ്രവർത്തകർ ബാബുക്കുട്ടനെ കാണുമ്പോൾ അദ്ദേഹം ഇരുട്ടത്തിരിക്കുകയായിരുന്നു. ഒരു എമർജൻസി ലൈറ്റ് പോലും ഇല്ലാതെ വീട്ടിൽ ഇരുട്ടത്തിരിക്കുന്ന ബാബുക്കുട്ടനെ കണ്ടപ്പോൾ അവർ കാര്യങ്ങൾ അന്വേഷിച്ചു. ഞാനിങ്ങനെ വീട്ടിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക മെഴുകുതിരി വട്ടത്തിലായിരുന്നു ഞാൻ തുടർന്ന് കഴിഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം മെഴുകുതിരി കത്തിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിലാണ് KSEBയുടെ ജോലിക്കാർ ഇതുവഴി നടന്ന് പോയിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ ഒരാളെൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ മെഴുകുതിരി കത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ കറണ്ടും വെട്ടമൊന്നുമില്ല, ഞാൻ എന്തോ ചെയ്യാനാ. അങ്ങനെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങളൊന്ന് ശ്രമിച്ച് നോക്കട്ടെ, നിങ്ങൾക്കൊക്കെങ്കിൽ ലൈൻ പിടിച്ച് തരാമെന്ന് പറഞ്ഞു. എൻ്റെ വയറിംഗ് ഒക്കെ ചെയ്ത് ഈ മുറിക്കകത്ത് വയറിംഗ് ചെയ്ത് ലൈൻ പിടിച്ച് നിങ്ങൾക്ക് പോസ്റ്റ് ഇട്ട് കറണ്ട് എടുത്ത് തരാമെന്ന് അവർ വാക്ക് പറഞ്ഞു. അതിനുശേഷമാണെന്ന് ഒന്ന് അവരെ യൂണിയനായിട്ട് ഇടപെട്ടാണെന്ന് തോന്നുന്നു വന്ന് എല്ലാവരുമായിട്ട് സഹകരിച്ച് എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇവിടെ വരികയും ചെയ്തു. എനിക്കിവിടെ ഇന്നലെ മുതൽ കറണ്ട് ഇവിടെ കിട്ടുകയും ചെയ്തു. അവിടെ നിന്നാണ് ബാബുക്കുട്ടൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മനസ്സിലാകുന്നത്. 20 വർഷങ്ങൾക്ക് മുമ്പ് ബാബുക്കുട്ടനെ ഭാര്യയും മക്കളും ഉപേക്ഷിച്ചു. പിന്നീട് കൂലിപ്പണിയായിരുന്നു ജീവിതത്തെ മുന്നോട്ട് നയിച്ചത്. വീണ്ടും പ്രതീക്ഷകളോടെ മുന്നോട്ട് പോകുമ്പോൾ ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു. പ്രതീക്ഷകളെറ്റ ബാബുക്കുട്ടന് വിങ്ങലായി അപകടത്തിൽ കാലിന് വലിയ മുറിവുമേറ്റു. കാലിൻ്റെ മുറിവ് ഒരു ആക്സിഡൻറ്റ് പറ്റിയത് അതിപ്പം 2 കൊല്ലമായി. ഇപ്പോഴും അത് വലിയൊരു വ്രണമായിട്ട് തന്നെ കിടക്കുകയാണ്. ഇനി ഒരു 3-4 മാസത്തോടെ സ്ട്രെസ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. കാല് മുറിച്ച് കളയണമെന്ന് പറഞ്ഞത് പിന്നെ നമ്മുടെ ഈശ്വരഭാഗ്യം കൊണ്ട് എന്തായാലും കാല് തിരിച്ച് കിട്ടി. ഇപ്പോൾ ഏതാണ്ട് 2 കൊല്ലം കഴിഞ്ഞു. 2 കൊല്ലവും 4 മാസവും ആയിരിക്കുക. ഇനി അത് മുറിക്കേണ്ട കാര്യം വരുന്നില്ല. എങ്കിലും 10 രൂപയുടെ ജോലിക്ക് പോലും പോകാൻ ഒക്കാത്ത സ്ഥിതിയിലാണ് ഞാനിപ്പോഴും കഴിയുന്നത്. ഇതോടെ ആകെ പ്രതിസന്ധിയിലായ ബാബുക്കുട്ടൻ ജീവിത ദുരിതങ്ങളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാതെ പ്രതിസന്ധിയിലായി. ഈ കഥകൾ കേട്ട അസോസിയേഷൻ പ്രവർത്തകർ മറ്റൊന്നും ആലോചിച്ചില്ല. അവർ തീരുമാനിച്ചു ബാബുക്കുട്ടന്റെ വീട് വൈദ്യുതീകരിച്ചു നൽകാൻ. അങ്ങനെ ചവറ KSEBയിലെ ജീവനക്കാരുടെ വാക്കുകൾ യാഥാർത്ഥ്യമാവുകയും ചെയ്തു. ബാബുക്കുട്ടന്റെ വീട്ടിൽ വെളിച്ചമെത്തി. ഒരുപക്ഷെ 2 ദശാബ്ദങ്ങൾക്ക് ശേഷം താനറിഞ്ഞ ഏറ്റവും വലിയ വെളിച്ചം അത് അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA ആണ് വീട്ടിലേക്ക് വൈദ്യുതി സ്വിച്ച് ഓൺ ചെയ്ത് നൽകിയത്. പൂർണ്ണമായിട്ടും വൈദ്യുതി നൽകുന്ന ഭാഗമായിട്ടുള്ള ഇലക്ട്രിഫിക്കേഷൻ വർക്കും അതിൻ്റെ മീറ്റർ ചാർജും അതിൻ്റെ മറ്റ് അനുബന്ധമായിട്ട് വരുന്ന എല്ലാ തുകകളും KSEB വർക്കേഴ്സ് അസോസിയേഷൻ, പ്രത്യേകിച്ചും അതിൻ്റെ ചവറ സെഷനിലെ തൊഴിലാളികൾ, ഉദ്യോഗസ്ഥർ
അവരുടെ സംഭാവനയായിട്ട് നൽകുന്ന ഒരു ചടങ്ങാണിത്. അപ്പോൾ ഇത് കൂടാതെ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ച കണക്ക് തന്നെ വാട്ടർ കണക്ഷനും എടുത്ത് നൽകുന്നതാണ്. ഇതുപോലെ അസോസിയേഷൻ്റെ ഭാഗത്ത് നിന്ന് സാമൂഹ്യ സേവനത്തിൻ്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നു. വീടടക്കമുള്ള പദ്ധതികൾ സംസ്ഥാനത്തൊട്ടാകെ നടപ്പാക്കി വരുന്നു. KSEB വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ കോർഡിനേഷൻ കൺവീനർ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. നടപ്പാക്കി വരുന്ന സാമൂഹ്യ സേവനത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലയിൽ നിർധനരായ കുടുംബങ്ങൾക്ക് നൽകുന്ന സഹായത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ കുഞ്ഞുമോന് ബാബുക്കുട്ടന് വീട് വയർ ചെയ്ത് സപ്ലൈ കൊടുക്കുന്ന പ്രവർത്തനം നടക്കുന്നത്. ഇത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ ചവറ യൂണിറ്റിലെ സഹാക്കൾ മാത്രം ചേർന്നുകൊണ്ടാണ് ഈ ഒരു കർമ്മം നിർവഹിക്കുന്നത്. താമസിയാതെ തന്നെ അദ്ദേഹത്തിന് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനും എടുത്തു നൽകുന്നതാണ്. KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITUവിൻ്റെ നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ, ഒപ്പം ഓഫീസേഴ്സ് അസോസിയേഷൻ നേതാക്കൾ, CPM പ്രവർത്തകർ ഉൾപ്പെടെ ഈ നിമിഷത്തിന് സാക്ഷിയായി. ന്യൂസ് ബ്യൂറോ, ചവറ.